വി അൻവറിന്റെ വാർത്താ സമ്മേളനം നടക്കുന്നുണ്ട്. അതിലേക്ക് ദുരന്ത നിവാരണ അക്കൗണ്ടിൽ ഇത് സെപ്പറേറ്റ് ആയിട്ട് വയനാടിനൊരു അക്കൗണ്ട് ഉണ്ടാകണമെന്ന പൊതു ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് അന്ന് ഇതുപോലെയുള്ള ഒരു അക്കൗണ്ട് ആരംഭിക്കുന്നതും ആ അക്കൗണ്ടിലേക്ക് ഈ പറഞ്ഞ 776 കോടി രൂപ എത്തുന്നതും. അതിനു പുറമെ വയനാട്ടിലെ പത്രമാധ്യമ പ്രവർത്തകരാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, എത്രയോ സംഘടനകൾ, വ്യക്തികൾ ഇവിടെ വരികയും നൂറുകണക്കായ വീടുകളെന്ന് ഓഫർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ ഒരു ദുരന്തമായിരുന്നു നിലമ്പൂരിലുണ്ടായിരുന്നത് കവളപ്പാറ. ആ കവളപ്പാറയിൽ 72 ആളുകളന്ന് മരണപ്പെട്ടു. 100ഓളം വീടുകൾ ഈ ദുരന്തത്തിൽ അന്ന് കുടുങ്ങിപ്പോയി. 6 മാസം കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ നമ്മൾ തീർത്തു. ചൂരൽമല ഇഷ്യൂ പോലെ ആയിരുന്നില്ല നിലമ്പൂരിലെ ഇഷ്യൂ. നിലമ്പൂരിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ആ നിയോജക മണ്ഡലം ആകെ വെള്ളം കയറി. സർക്കാരിൻ്റെ റവന്യൂ കണക്ക് പ്രകാരം തന്നെ 10,000-ഓളം വീട്ടിൽ വെള്ളം കയറിയിരുന്നു. 1,600ഓളം വീടുകൾക്ക് ഡാമേജ് സംഭവിച്ചിരുന്നു. കവളപ്പാറയിലും പരിസരത്തും ദുരന്തമുണ്ടായ അടുത്ത് ഏകദേശം 80ഓളം വീടുകളാണ് നാശം സംഭവിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്തു. 6 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സർക്കാർ അന്ന് നിശ്ചയിച്ചിരുന്ന ഇതേപോലെ അന്ന് ദുരന്തത്തിലേക്ക് സർക്കാർ പണം സ്വരൂപിച്ചിട്ടില്ല. വയനാട് ദുരന്തത്തിന് പണം സ്വരൂപിച്ചതുപോലെ നിലമ്പൂർ ദുരന്തത്തിനായി പ്രത്യേകം പണമൊന്നും സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നില്ല. സർക്കാരിൻ്റെ ദുരന്ത നിവാരണത്തിനുള്ള ഫണ്ടാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ വീടിനും 6 ലക്ഷം രൂപ സ്ഥലം വാങ്ങാനും വേണ്ടി നിശ്ചയിച്ചെന്ന് നൽകിയിരുന്നത്. ആ 10 ലക്ഷവും ഈ ഇരകളായ ആളുകളുടെ പോക്കറ്റ് മണിയായി ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു. അതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, വയനാട്ടിൽ വന്നതുപോലെ തന്നെയുള്ള നിരവധിയായ സംഘടനകൾ, വ്യക്തികൾ അവിടെയും നമ്മളെ സമീപിക്കുകയും നമ്മൾ അങ്ങോട്ട് സമീപിക്കുകയും ചെയ്ത് പലരും സ്ഥലം തന്നു, പലരും വീടിൻ്റെ പണം തന്നു. സർക്കാർ തന്ന പൈസ അവർക്ക് ജീവിക്കാനുള്ളൊരു ജീവിത മാർഗമാക്കി നമുക്ക് കൊടുക്കാൻ സാധിച്ചു. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഈ പറയുന്ന 776 കോടി രൂപ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. സർക്കാർ കണക്കാക്കിയിരിക്കുന്നത് 404 ഈ പറയുന്ന ഇരകളെയാണ്, മരണം സംഭവിച്ച് വീട് നഷ്ടപ്പെട്ടവർ. കോമൺ സെൻസ് എന്ന് പറയുന്ന നമ്മളെന്താ പ്രായോഗിക ബുദ്ധിയിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. ഈ 776 കോടി ഹരിക്കണം 404, ഏകദേശം 1,70,00,000 രൂപ വെച്ച് ഒരാൾക്ക് കൊടുക്കാനുള്ള പണം കേരളത്തിലെ എന്താ പറയുക, മനുഷ്യപ്പറ്റുള്ള, മനുഷ്യരോട് കടപ്പാടും സ്നേഹമുള്ള സുമനസ്സുകൾ കൊടുത്ത പൈസ കയ്യിൽ നിൽക്കുകയാണ്. ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നതാണ്. കാരണം ഇവിടെ ഇരയാക്കപ്പെട്ടവരിൽ മിക്കവരും പൂർണ്ണമായും ഫാമിലി നഷ്ടപ്പെട്ടവരുണ്ട്, പകുതി മുക്കാലും നഷ്ടപ്പെട്ടവരുണ്ട്. സ്വാഭാവികമായിട്ടും വയനാടിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുന്ന ഇങ്ങോട്ടും നടന്ന കുടിയേറ്റം മുഴുവൻ നമ്മുടെ താഴെ ഈ പറയുന്ന നിലമ്പൂർ, വണ്ടൂർ, മലപ്പുറം, മുക്കം, അങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മുടെ വടകര, കുറ്റ്യാടി, ഈ പ്രദേശത്തു നിന്ന് 10, 25, 50 വർഷം മുമ്പ് കുടിയേറിയവരാണ്. പിന്നെ വന്നിട്ടുള്ളത് മുഴുവൻ തിരുവിതാംകൂറിന്നും കോട്ടയത്തുനിന്നും ചങ്ങനാശ്ശേരി നിന്നൊക്കെയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ബന്ധുക്കളിൽ നല്ലൊരു ഭാഗവും ഇപ്പോഴും താഴെ പ്രദേശത്താണ് നിൽക്കുന്നത്. അന്ന് അവർ ഉന്നയിച്ചിരുന്നൊരു ആവശ്യം, ഞങ്ങൾക്ക് തരാനുള്ള പണം തന്നാൽ ഞങ്ങൾ എവിടെയും പോയി ജീവിച്ചോളാം എന്നാണ്. സർക്കാർ ഒരിക്കലും അതിന് തയ്യാറായില്ല. അപ്പോൾ സർക്കാർ വില്ലനാവുക. എന്തിനു വേണ്ടിയാണ് വില്ലനാവുന്നത്? ഇവിടെ വലിയ ഒരു എന്താ പറയുക, ഭൂമി കച്ചവടം, ഒരു മാഫിയ സംഘം ഇതിൻ്റെ പിന്നിൽ. ഞാൻ അന്നും പറഞ്ഞു, 4 മാസം മുമ്പ് പറഞ്ഞ കാര്യമാണ് ആവർത്തിച്ച് പറയുന്നത്. PWD മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കീഴിൽ, അദ്ദേഹത്തിനായിരുന്നല്ലോ ഇവിടെ ചാർജ്. ഇവിടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ആ മന്ത്രിയെ അടുപ്പിച്ചിട്ടില്ല. നമ്മളൊക്കെ അത് കണ്ടതാണ്. ഇവിടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ വന്ന സാമൂഹ്യ സംഘടനകളെയും വ്യക്തികളെയും മുഴുവൻ ഇവിടുന്ന് അടിച്ചോടിച്ച് വിട്ടു. ഒരാളെ ഇങ്ങോട്ട് ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല. നമുക്കറിയാം, ആ ഭക്ഷണം കൊടുക്കാൻ പോലും സമ്മതിക്കാതെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കണവർക്ക്. എന്തിനു വേണ്ടിയാണ് ഈ ടൗൺഷിപ്പ്? ഈ ടൗൺഷിപ്പ് എങ്ങനെയാണ് വയനാട്ടിൽ പ്രായോഗികമാകുക? ഒന്നാമത് ഭൂമിശാസ്ത്രപരമായിട്ട് ഈ ഹിൽ ഏരിയ ആണ് വയനാട് എന്ന് പറയുന്നത്, ഇടുക്കിയെ പോലെ. നാളെ എവിടെയും ദുരന്തം ഉണ്ടാവാം. ഇപ്പോൾ ഈ ചുരൽമലയിൽ ഈ മല ഇടിയുന്ന സമയത്ത് ഒരാൾക്കും ഒരു പ്രതീക്ഷയില്ല ചുരൽമലയിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവും. അപ്പം കേരളത്തിൽ എവിടെയും ഭൂമി ഇടിയാവുന്ന കാലാവസ്ഥാ വ്യതിയാനം, മേഘവിസ്ഫോടനം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് മഴ പെയ്യുന്നതാണ്.
ഒരാൾക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. ഏത് മലയും ഇടിയും, ഒരു തർക്കമില്ല, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരെ സ്പ്ലിറ്റായിട്ട് താമസിപ്പിക്കുന്നതിന് പകരം നിയമപരമായിട്ട് എടുക്കാൻ കഴിയാത്ത ഒരു എസ്റ്റേറ്റിനെ അവർ പർച്ചേസ് ചെയ്യുക. ഒരു അണ്ടർസ്റ്റാൻഡിങ്. എസ്റ്റേറ്റ് ഉടമ പറയാൻ ഞങ്ങൾ തരാൻ തയ്യാറല്ല. ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോയിട്ട് 2-3 സ്ഥലങ്ങൾ പോയി നോക്കിയിട്ട് പറയാം ഈ എസ്റ്റേറ്റാണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല. ഇവിടെ ഡിസാസ്റ്റർ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള എന്താ പറയുക, അധികാരമല്ല, അതിനുള്ള ടെക്നിക്കൽ നോളജ് തന്നെ കേരളത്തിലെ ഡിസാസ്റ്ററിന് ഇല്ല. യഥാർത്ഥത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് ഭൂമിശാസ്ത്രപരമായ കാര്യത്തെ പറയാനുള്ള അധികാരം നൽകിയിട്ടുള്ള അവസാനത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് സർവേ നടത്തിയിട്ടല്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നിട്ട് ഒരിക്കലും അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കില്ല. കാരണം എന്താ,